സുരേഷ് ഗോപി തൃശ്ശൂരിൽ എത്തിയിരിക്കുകയാണ്. വന്ദേ ഭാരത് ട്രെയിനിലാണ് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. നിരവധി BJP പ്രവർത്തകരും സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരത്ത് നിന്നും ട്രെയിൻ മാർഗം സുരേഷ് ഗോപി യാത്ര തിരിച്ചത്. जय 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 भारत माता, जय 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 भारत माता, जय 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 भारत माता, जय 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 भारत माता. തൃശ്ശൂരിന്റെ പ്രിയപുത്രന, തൃശ്ശൂരിന്റെ പ്രിയപുത്ര സുരേഷ് ഗോപി നയിക്കട്ടെ, സുരേഷ് ഗോപി നയിക്കട്ടെ, സുരേഷ് ഗോപി നയിക്കട്ടെ. ജയ് ജയ് BJP, ജയ് ജയ് BJP, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ. വീര വീര നേതാവേ, വീര വീര നേതാവേ, വീര വീര തൃശ്ശൂരിൽ BJP പ്രവർത്തകർ സുരേഷ് ഗോപി സ്വീകരിക്കുകയാണ്. മൗനം വെട്ടിക്കുമോ സുരേഷ് ഗോപി എന്നുള്ളതാണ്. ഛത്തീസ്ഗഡ് വിഷയത്തിലോ തൃശ്ശൂരിലെത്തിയ സുരേഷ് ഗോപി ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയ വൺ പുറത്തുവിട്ട വോട്ടർ പട്ടിക ക്രമക്കേടിൽ മൗനം തുടരുകയാണ് സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഛത്തീസ്ഗഡ് വിഷയത്തിൽ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ആരഞ്ഞപ്പോൾ അതിൽ പോലും സുരേഷ് ഗോപി മൗനം വെടിയുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മൗനത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുക എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം നോക്കി നിൽക്കുന്നത്. പക്ഷേ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. എന്നുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്ത് എയർപോർട്ടിലെത്തിയപ്പോൾ മുതൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ പിന്തുടർന്നു. ഈ വിഷയങ്ങൾ തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ എന്തു മറുപടിയാണ് സുരേഷ് ഗോപിക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അതിനൊന്നും തന്നെയും വാ തുറക്കാതെ മൗനത്തിൽ തന്നെയായിരുന്നു സുരേഷ് ഗോപി ഉള്ളത്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ എത്തിയിരിക്കുകയാണ്. വന്ദേ ഭാരത് ട്രെയിനിലാണ് സുരേഷ് ഗോപി എത്തിയത്. നിരവധി ചോദ്യങ്ങളോട് സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങളോടൊക്കെ തന്നെയും അദ്ദേഹം മൗനം വെടിഞ്ഞു. ഒരക്ഷരം അദ്ദേഹം മിണ്ടിയില്ല. സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ പ്രവർത്തകരും അവിടെ തടിച്ചുകൂടിയിരുന്നു. നിരവധി പ്രവർത്തകരാണ് തടിച്ചുകൂടിയത്. ഇന്നലെ BJP CPM സംഘർഷവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ BJP പ്രവർത്തകരെ സന്ദർശിക്കാനാണ് കുറേ നാളുകൾക്ക് ശേഷം സുരേഷ് ഗോപി തൃശ്ശൂരിൽ എത്തിയത്. സ്വകാര്യ ആശുപത്രിയിലേക്കായിരിക്കും അടുത്തതായി സുരേഷ് ഗോപി പോകുക എന്നതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ചോദ്യങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മത തുടരുകയാണ്. വിഷയത്തിലും വോട്ടർ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല സുരേഷ് ഗോപി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്.
രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളാണ് ഇന്ന് ഉള്ളത് സുരേഷ് ഗോപിക്ക്. ആ പരിപാടികളിലും സുരേഷ് ഗോപി ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഗുരുതരമായ ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ട് വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ട് ആ ആരോപണങ്ങളിൽ ഒന്നും തന്നെയും പ്രതികരിക്കുന്നില്ല. വിവാദങ്ങൾക്കിടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി തൃശൂരിൽ എത്തിയത്. ഇന്നലെ നടരാജുണ്ട് വിവരങ്ങൾ നൽകാനായി. നടരാജ്, വിവാദങ്ങളോട് ഒന്നും തന്നെയും പ്രതികരിച്ചില്ല, മൗനം തുടരുകയാണ്. സുരേഷ് ഗോപി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയോ? എന്താണ് അദ്ദേഹത്തിന്റെ അടുത്ത പരിപാടി? മറ്റു വിശദാംശം. ഇതുവരെയും സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പിന്നാലെ മാധ്യമപ്രവർത്തകർ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കുള്ള ആ പ്രവേശന കവാടം വരെ പിന്തുടരുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒന്നും പ്രതികരിച്ചിട്ടില്ല. വിവാദങ്ങളോട് ഒന്നും പ്രതികരിക്കാതെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വന്നിറങ്ങിയത്. തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും ഒന്നും തന്നെയും പ്രതികരിച്ചില്ല. മൗനം വെടിയുമോ എന്നുള്ള ഒറ്റ ചോദ്യമാണ് സുരേഷ് ഗോപിയോട് കേരള രാഷ്ട്രീയം ചോദിക്കുന്നത്. ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇരട്ട വോട്ടുകളിൽ എന്താണ് പറയാനുള്ളത്, ഡ്രൈവറുടെ വോട്ടിൽ എന്താണ് പറയാനുള്ളത്, അതായത് സുരേഷ് ഗോപിക്ക് എതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് എന്തു മറുപടിയാണ്, എന്ത് വിശദീകരണമാണ് നൽകാനുള്ളത് എന്നും നോക്കുകയാണ്. പ്രവർത്തകരെ മാത്രം അഭിവാദ്യം ചെയ്ത് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ ഗൗനിക്കാതെയാണ് മുന്നോട്ട് പോയത്. ഏതായാലും ഇന്ന് തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് വലിയ മാർച്ച് BJP നടത്തുന്നുണ്ട്. ഇന്നലത്തെ CPM BJP സംഘർഷവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിന്റെ ബോർഡിലേക്ക് കരിയോയിൽ ഒഴിച്ചിരുന്നു. ഈ കരിയോയിൽ ഒഴിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് BJP നടത്തുന്നത്. അപ്പോൾ ഈ മാർച്ചിൽ ഏതെങ്കിലും തരത്തിൽ പൊതുസമൂഹത്തിനോട്, തൃശൂർ ജനതയോട് സുരേഷ് ഗോപി എന്താണ് പറയുന്നത് എന്നാണ് ഉറ്റുനോക്കുന്നത്. മൗനം വെടിയുമോ എന്നുള്ള ചോദ്യം മാത്രമാണ് ഈ വാർത്താ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. നോ കമന്റ്സ്, അതായത് പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടത്തിയില്ല, വിവാദങ്ങളോട് പ്രതികരിച്ചിട്ടില്ല, ചോദ്യങ്ങളിൽ മൗനം തുടരുകയാണ്, ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മീഡിയ വൺ പുറത്തുവിട്ട ഗൗരവമേറിയ വാർത്തകളിൽ മൗനം പാലിക്കുകയാണ് സുരേഷ് ഗോപി. ഇന്ന് ഈ സമയം വരെയും അതിനോടൊന്നും തന്നെയും സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഗൗരവമേറിയ വിഷയം, തെരഞ്ഞെടുപ്പ് പട്ടികയിൽ നടന്ന ക്രമക്കേട്, മീഡിയ വണ്ണിന്റെ വലിയ രീതിയിലുള്ള അന്വേഷണം, അത് വലിയ രീതിയിൽ വിവാദമായി. രാഷ്ട്രീയ കേരളം ഒന്നടങ്കം തന്നെ മീഡിയ വൺ വാർത്ത ഏറ്റെടുത്തു. സുരേഷ് ഗോപിക്ക് നേരെ ഒരുപാട് ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉൾപ്പെടെ ചോദിച്ചു, ഇടത് വലത് മുന്നണികൾ ചോദിച്ചു. പക്ഷേ ഈ ചോദ്യങ്ങളോടൊന്നും തന്നെയും പ്രതികരണം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് സുരേഷ് ഗോപി മൗനം പാലിച്ചു. ഛത്തീസ്ഗഡ് വിഷയത്തിൽ പോലും നിലപാട് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അതിൽ പോലും ഒരക്ഷരം മിണ്ടിയിട്ടില്ല സുരേഷ് ഗോപി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഗ്രൗണ്ട് സീറോയിൽ നിന്ന് റിപ്പോർട്ടുകൾ നൽകാൻ നടരാജുണ്ട്. നടരാജ്, വലിയ രീതിയിൽ പ്രവർത്തകർ സ്വീകരണമൊരുക്കി, പക്ഷേ വിവാദങ്ങളോട് സുരേഷ് ഗോപി ഒരക്ഷരം മിണ്ടിയിട്ടില്ല, മൗനം തുടരുകയാണ് സുരേഷ് ഗോപി. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ?
നടരാജ് കേൾക്കുന്നുണ്ടോ? നടരാജുണ്ട് വിവരങ്ങൾ നൽകാനായി. നടരാജ, വിവാദങ്ങളോടൊന്നും തന്നെയും സുരേഷ് ഗോപി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല, മൗനം തുടരുകയാണ് ചെയ്യുന്നത്. പ്രവർത്തകർ അവിടെ സ്വീകരണമൊക്കെ ഒരുക്കി, പ്രവർത്തകരെ മാത്രം അഭിവാദ്യം ചെയ്തുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് ഒരക്ഷരം ഉരിയാടാതെ കാറിൽ കയറിയാണ് സുരേഷ് ഗോപി പോയത്. എന്താണ് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ? ഒരക്ഷരം വിവാദങ്ങളിൽ പ്രതികരിക്കാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാവിലെ തന്നെ സുരേഷ് ഗോപി വരുന്ന വിവരമറിഞ്ഞ് മാധ്യമപ്പട തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം നിരവധി പ്രശ്നങ്ങളിൽ പ്രതികരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പുറത്തുവിട്ട വോട്ടർ പട്ടിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ നമ്മൾ കൃത്യമായി തെളിവുകൾ വരെ പുറത്തുവിട്ട സാഹചര്യത്തിൽ കൃത്യമായി സുരേഷ് ഗോപിക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് അറിയേണ്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരന് ഇരട്ട വോട്ട് ഉണ്ട് എന്ന വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അക്കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അറിയേണ്ടിയിരുന്നു. മറ്റ് വിവാദങ്ങളിലും അദ്ദേഹത്തിനെതിരെ നടക്കുന്ന അന്വേഷണം ഒക്കെ തന്നെ കേന്ദ്രമന്ത്രി എന്തു പറയും എന്നറിയാൻ മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല തൃശ്ശൂരിലെ ജനതയ്ക്കും ആകാംക്ഷയുണ്ടായിരുന്നു. പക്ഷെ ഒരു ചോദ്യത്തിനും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. കന്യാസ്ത്രീകൾക്കെതിരായ ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ സുരേഷ് ഗോപി ഒരു വാക്കും വേണ്ടിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഈ സാഹചര്യത്തിലാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ആവർത്തിച്ച് ഇക്കാര്യം ചോദിച്ചത്. പക്ഷേ കേന്ദ്രമന്ത്രി ഒരു വാക്ക് ഉരിയാടിയില്ല. സാധാരണഗതിയിൽ മാറി നിൽക്കാനോ അല്പനേരം കഴിഞ്ഞ് പ്രതികരിക്കാമെന്നോ ഒക്കെ തന്നെ പറയുന്ന ആളാണ് സുരേഷ് ഗോപി. പക്ഷെ അതുപോലും അദ്ദേഹം ഇന്ന് പറഞ്ഞില്ല എന്നതിനാൽ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള മൗനമാണ് ഇത് എന്ന് പറയേണ്ടി വരും. അദ്ദേഹം ഒരു കാര്യവും ഇപ്പോൾ പറയാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വലിയ വാർത്തകൾ അദ്ദേഹത്തെയും BJP-യെയും പ്രതികരിച്ചിലാക്കുന്ന വിധത്തിൽ പുറത്തു വന്നിരുന്നു. അക്കാര്യത്തിലൊന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം പോയിട്ടുള്ളത് തൃശ്ശൂരിലെ അശ്വിനി ആശുപത്രിയിലാണ്. ഈ ആശുപത്രിയിലാണ് കഴിഞ്ഞ ദിവസം CPM BJP സംഘർഷമുണ്ടായതിൽ പരിക്കേറ്റ BJP പ്രവർത്തകർ ചികിത്സയിലുള്ളത്. അവരെ കാണാനാണ് സുരേഷ് ഗോപി പോയിട്ടുള്ളത്. അവരെ സന്ദർശിച്ച ശേഷം സുരേഷ് ഗോപി പ്രതികരിക്കുമോ എന്ന് കണ്ടറിയണം. കണ്ടറിയണം എന്താണ് ഇനി സുരേഷ് ഗോപിക്ക് പറയാനുള്ളത് എന്ന്. എന്തായാലും രാഷ്ട്രീയ കേരളം നോക്കുകയാണ് എന്താണ് ആരോപണങ്ങൾക്ക് മറുപടി എന്നുള്ളത്. നടരാജാണ് വിവരങ്ങൾ നൽകിയത്.